ജീവിതം അതൊരു തിരക്ക് പിടിച്ച യാത്ര തന്നെയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരേണ്ട യാത്ര. യാത്ര ചെയ്യേണ്ടതായ വഴികളും വ്യത്യസ്തമാണ്. മുൻഗാമികളുടെ പാദങ്ങൾ പതിഞ്ഞ് ചിലർക്കത് സുഗമമാകാം, മറ്റ് ചിലർക്ക് ഏറെ ദുഷ്കരവും. കല്ലും മുള്ളും നിറഞ്ഞ വീഥികളിൽ ദിക്കറിയാതെ തളരുന്ന മനസ്സും ശരീരവും. എപ്പോഴോ എവിടെയോ തളർന്ന് നിശ്ചലമാകുന്ന കാലുകൾ. ഇനിയും എങ്ങോട്ട്? അപ്പോഴാണ് എവിടെ നിന്നോ ഒരു ഉൾവിളി, ഇതിലെ വരൂ. അതിലുണരുന്ന ചിലരുണ്ട്. വീണ്ടും തളർച്ചയിൽ നിന്നും വളർച്ചയിലേക്കും വിജയത്തിലേക്കുമുള്ള കുതിപ്പിന് അവിടെയാണ് തുടക്കം. ഇതൊരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ ഓഫീസിൽ ആ ചെറുപ്പക്കാരൻ ജോലിയിൽ പ്രവേശിക്കുവാൻ വന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തോ ഓഫീസ് ആവശ്യത്തിനായി വന്ന ഒരാൾ എന്നേ കരുതിയുള്ളൂ. പിന്നീട് കടമ്പകളേറെ താണ്ടേണ്ട PSC ഉദ്യോഗാർത്ഥി എന്ന ഒരു പരിഗണനയും അയാൾക്കു നൽകി. ക്രമേണയാണ് ആളെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചത്. വിദ്യാലയ കാലഘട്ടം കഴിഞ്ഞ് ജോലിക്കായുള്ള ഓട്ടം. അയാൾ കണ്ടെത്തിയ തൊഴിൽ ഡ്രൈവർ. വലിയ വണ്ടികൾ തന്നെ ആ മേഖലയിൽ തിരഞ്ഞെടുത്തു. നീണ്ട യാത്രകളും ആർക്കും പെട്ടെന്നൊരു മടുപ്പുളവാക്കി അവസാനിപ്പിക്കാത്ത ജോലി. യാത്രകളിലെല്ലാം അയാൾ വ്യത്യസ്ത തലങ്ങളിലുള്ള ഒരുപാട് സ്ഥലങ്ങളും ആളുകളെയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. ചെയ്യുന്ന തൊഴിലിൽ അർപ്പണ മനോഭാവം പുലർത്തുന്ന വ്യക്തിത്വം. എങ്കിലും പിന്നീട് അയാൾ തീർച്ചയാക്കി, ഇതല്ല തൻ്റെ പാത. അന്നയാൾ ആ തൊഴിലും ഉപേക്ഷിച്ച് പുറത്തിറങ്ങി. കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വീണ്ടും ഗൾഫ് ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉപകരിച്ചു. അക്കരെ പച്ചയിലെ യഥാർത്ഥ പറുദീസയിലെ കഷ്ടതകളും അനുഭവിച്ചറിഞ്ഞു. ഏറെ താമസിയാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ഇനിയും എങ്ങോട്ട്? എന്തു ചെയ്യണം? അവിടെയും നടക്കേണ്ട പാതകളിലെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി വെളിച്ചമാണ് അയാൾ തിരഞ്ഞത്. സർക്കാർ ഉദ്യോഗത്തിന് സമൂഹം നൽകുന്ന മാന്യതയും അയാൾ മനസ്സിലാക്കി. ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്ന ലക്ഷ്യം അയാളിൽ ഉടലെടുത്തു. ഒട്ടുമിക്കവരെയും പോലെ എനിക്കതിന് സാധിക്കില്ല എന്നല്ല, മറിച്ച് ഞാൻ അത് നേടിയെടുക്കുമെന്ന് ഉഗ്രശപഥം ചെയ്തു. ചെറിയ കൈത്തൊഴിലുകൾ സമയബന്ധിതമായി ചെയ്തു. വീട്ടുചെലവുകൾക്കായുള്ള വരുമാനം കണ്ടെത്തി. വീട്ടിൽ നിന്നും കുറച്ച് അകലെയായി ഒരു വാടക മുറിയെടുത്തതും പഠനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിരുന്നു. രാത്രി ഇരുട്ടി വെളുക്കുവോളം മത്സര പരീക്ഷകൾക്കായുള്ള പഠനം. ഉറക്കത്തിനായുള്ള സമയം വീണ്ടും വീണ്ടും കുറച്ചു. മത്സര പരീക്ഷയ്ക്കുതകുന്ന ധാരാളം പുസ്തകങ്ങളും വാങ്ങി. മൊബൈൽ ഉപയോഗം കുറച്ചു. സുഹൃത്തുക്കളോടൊന്നിച്ചുള്ള കൂടിച്ചേരലുകളിൽ നിന്നും സ്വയം പിൻവാങ്ങി. അതിരാവിലെ ഇര തേടി കൂടുവിട്ട് പറക്കുന്ന പറവകളെ നമ്മൾ കാണാറുണ്ടല്ലോ. ഇരുട്ടുമയങ്ങുമ്പോൾ തിരികെ കുഞ്ഞുങ്ങൾക്കായുള്ള തീറ്റയും കൊണ്ടാണവ തിരികെ കൂട് തേടി പറക്കുന്നത്. ആ ചെറുപ്പക്കാരനും കുടുംബവും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമുണ്ട്. മത്സര പരീക്ഷയ്ക്കുള്ള പുസ്തകങ്ങളെല്ലാം സ്വപ്രയത്നത്തിലൂടെ സമ്പാദിച്ചു. പിന്നെ ഒരു പോരാട്ടം തന്നെ. മുമ്പിൽ ഒരു ലക്ഷ്യം മാത്രം, PSC പരീക്ഷ പാസ്സാവുക, സർക്കാർ ഉദ്യോഗം നേടിയെടുക്കുക. നിറഞ്ഞ വായന. പ്രായപരിധി അതുമൊരു വെല്ലുവിളിയായി അയാളെ പിന്തുടർന്നു. ഏതൊരു കഠിന പ്രയത്നത്തിനും ഒടുവിൽ വിജയം ഉറപ്പാണ്. അതെ, അവസാനം അയാളും വിജയിച്ചു. ഒന്നല്ല, രണ്ടല്ല, 3 PSC റാങ്ക് ലിസ്റ്റുകളിൽ. ആദ്യ റാങ്കുകൾ തന്നെ അയാളെ തേടിയെത്തി. ജോലി നിയമനത്തിനുള്ള
പ്രായപരിധി ഉയർത്തിയതും ആ ചെറുപ്പക്കാരൻ്റെ കഠിന പ്രയത്നത്തിനുള്ള അംഗീകാരമാകാം. വായന അത് ജോലിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ പോലും നാനാ വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് ലഭിച്ചു. ഓഫീസ് സമയങ്ങളിലെ ഇടവേളകളിൽ ആരെന്ത് വിഷയം എടുത്തിട്ടാലും അതിനെക്കുറിച്ച് അയാൾ വാചാലനാകും. ചിലപ്പോഴൊക്കെ സംസാരം അയൽ നാടുകളും രാജ്യങ്ങളും കടന്ന് അങ്ങ് ബഹിരാകാശത്ത് വരെയും ചെന്നെത്താറുണ്ട്. ഏറെ ശ്രദ്ധയോടെ അയാളെ കേട്ടിരിക്കുമ്പോൾ സ്വന്തം അറിവിൻ്റെ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പാചകത്തിലും കൃഷിയിലും ഒരുപോലെ ശോഭിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഇന്നത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഒരു പ്രചോദനം തന്നെയാണ്. ഇഷ്ടത്തോടെ പാചകം ചെയ്ത് കൊണ്ടുവരാറുള്ളവയെല്ലാം തനി നാടൻ വിഭവങ്ങൾ തന്നെ. ഇതിനു പുറമെ ചിത്രം വരയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും അയാൾ ശ്രമിക്കാറുണ്ട്. എങ്ങനെയാവണം യുവതലമുറ എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം. ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമുക്കും നാളെയിലെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പൂവണിയാൻ ചിറക് വിടർത്തി പറക്കുവാനുള്ള പ്രചോദനമാകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.